الحمد لله الذي خلقنا لعبادته وأمرنا بعمارة أرضه، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവും രക്ഷകനും കരുണാവാരിധിയുമായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. വീണ്ടും ഒരു ജുമാ അതിൻ്റെ എല്ലാ ഹൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന കുറവുകളും പിഴവുകളുമെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം, ലോകം അവസാനിച്ചു തുടങ്ങി എന്ന് നിങ്ങൾക്ക് ഉറപ്പായി എന്ന് വിചാരിക്കുക. അപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ തൈയുണ്ടെങ്കിൽ അത് ഭൂമിയിൽ മണ്ണിൽ വെച്ചു പിടിപ്പിക്കണം, വെറുതെ കളയരുത്. ധാരാളമായി കേട്ട വചനമാണ്. എന്താണ് അതിൻ്റെ ആശയം? ഉപകാരപ്പെടുന്ന, മറ്റുള്ളവർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന ഒരു നന്മ പോലും അതിൻ്റെ അവസരം നഷ്ടപ്പെടുത്തരുത്. അത് നിലനിർത്തണം, ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ്. ഒരു തൈ വളർന്ന് വലിയ മരമായി അതിൽ കായും പൂവും ഇലയും തണലും തടിയും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് അതുകൊണ്ട് ഉപകാരങ്ങളുണ്ട്, മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കുമെല്ലാം. ഇങ്ങനെ ഉപകാരങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത് എന്താണ്? കാർഷിക വിഭവങ്ങളുണ്ട്, വ്യാവസായിക ഉൽപ്പന്നങ്ങളുണ്ട്, ഒരുപാട് യന്ത്രങ്ങളും ഉപകരണങ്ങളും വാഹനങ്ങളും അങ്ങനെ പലതുമുണ്ട്. ഇതിലേറ്റവും ഉപകാരപ്പെടുന്നത് എന്താണ്? സാമൂഹ്യശാസ്ത്ര വിദഗ്ധന്മാർ പുതിയ ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഒരുമിച്ച് പറയുന്നൊരു സംഗതി, ഏറ്റവും പ്രയോജനപ്പെടുന്ന, ഏറ്റവും മുതൽ മുടക്കേണ്ടത്, ഉപയോഗപ്പെടുത്തേണ്ടത് മനുഷ്യനെയാണ് എന്നാണ്. മാനവ വിഭവശേഷി, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. മറ്റെന്ത് വിഭവങ്ങളെക്കാളും പ്രയോജനപ്പെടുത്താവുന്ന, അതിരുകൾ ഇല്ലാത്ത മഹാസാധ്യതകൾ പ്രതീക്ഷിക്കാവുന്നത്, ലഭിക്കാവുന്നത് മനുഷ്യനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയൻ മനുഷ്യനാണ്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ, എല്ലാ ആത്മീകളെയും നാം ആദരിച്ചിരിക്കുന്നു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും പറ്റിയ, ഒരു കുറവും പോരായ്മയും ഒരു ഫാൾട്ടും ആർക്കും പറയാൻ പറ്റാത്ത, ലക്ഷണമൊത്ത, മികവുറ്റ രീതിയിൽ മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ, ഹ്യൂമൻ റിസോഴ്സ്, അൽ മവാരിദുൽ ബശരിയ എന്ന് പറയും. മനുഷ്യനാണ് ഏറ്റവും വലിയ സമ്പത്ത്, മനുഷ്യനാണ് ഏറ്റവും വലിയ മുതൽ എന്നതിൽ തർക്കമില്ല, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മനുഷ്യോൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ
വിശുദ്ധ ഖുർആനിൽ ഒരു സൂചനയുണ്ട്. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ജായിലു ഫിൽ അർളി ഖലീഫ. ആദ്യത്തെ സൃഷ്ടികളായ മലക്കുകളോട് അള്ളാഹു പറഞ്ഞു, പുതിയ ഒരു വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നു. ആരെയാ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത്? മനുഷ്യരെ നല്ല പറഞ്ഞത്, ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു. ഖലീഫ എന്ന ഭരണാധികാരിയല്ലേ, ഒരു ആളുകൾ ഉണ്ടായിട്ട് വേണ്ട ഖലീഫ അല്ല. ഓരോ മനുഷ്യനും ഖലീഫയാണ്, ഓരോ തൊഴിലാളിയും ഖലീഫയാണ്. തലമുറകളായി അറിവും കഴിവും കൈമാറിപ്പോരുന്ന, അങ്ങനെ പെരുകുന്ന ഒരു വംശത്തെയാണ് ഖലീഫ എന്ന് പറയുന്നത്. അതോടൊപ്പം ഭൂമിയിൽ ആധിപത്യം കയ്യാളാൻ പ്രാപ്തിയുള്ളവൻ എന്നതും അതിൻ്റെ ആശയമാണ്. വേറെ മനുഷ്യനെ അല്ലാതെ മറ്റൊന്നിനെ ഏൽപ്പിച്ചിട്ടു കാര്യമില്ല. യന്ത്രമനുഷ്യനുണ്ട്, യന്ത്രമനുഷ്യന്മാരുണ്ട് ഇപ്പോൾ. അതിൻ്റെയൊക്കെ പിന്നിൽ അതിൻ്റെ നട്ടും ബോൾട്ടും മുറുക്കാനും അഴിക്കാനും അതിനെ പ്രവൃത്തി സജ്ജമാക്കാനും പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളതെല്ലാം മനുഷ്യനാണ്. അതിന് രൂപം നൽകിയത് പോലും മനുഷ്യനെ പോലുള്ള കയ്യും കാലുമാണ്. ഫി അഹ്സനി തഖ്വീം, അതിനേക്കാൾ മുന്തിയ ഒരു രൂപം, ഒരു കോലം ഇല്ല. പറഞ്ഞു വരുന്നത്, മനുഷ്യൻ്റെ മൂല്യം ഇസ്ലാം മറ്റാരേക്കാളും എന്തിനേക്കാളും വളരെ വലുതായി അതിനെ കാണുകയും പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ പക്ഷേ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നത് പോലെ, യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ, കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ അല്ല. മനുഷ്യരുണ്ടാവണം. പ്രാപ്തരായ, യോഗ്യരായ, അറിവുള്ള, കഴിവുള്ള, മികവുള്ള മനുഷ്യർ ഉണ്ടാവണം സമൂഹത്തിൽ, കുടുംബത്തിൽ, ഓരോ രാജ്യത്തും. അതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കാൻ ഖുത്ബയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ ഉണ്ടാവുക എന്നത്, യോഗ്യരായ മനുഷ്യർ അവരെ ഉണ്ടാക്കിയെടുക്കുക എന്നത്, നമ്മളും മറ്റുള്ളവരും എല്ലാവരും യോഗ്യരായ മാതൃകയുള്ളവരാവുക എന്നത് അർപ്പിതമായ ഉത്തരവാദിത്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. മനുഷ്യൻ മരിച്ചു, യാത്രയായാൽ എല്ലാ അമലുകളും അവസാനിച്ചു, അവൻ്റെ എല്ലാ പ്രവൃത്തികളും അറ്റുപോയി, പിന്നെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ 3 കാര്യങ്ങൾ അവൻ്റെ കർമ്മങ്ങളായി ബാക്കി നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? സദഖത്തുൻ ജാരിയ. ഒന്ന്, അവൻ പോയാലും മരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ, സംഭാവനകൾ, ഒത്താശകൾ, എത്ര ചെറുതും വലുതുമാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോഴെല്ലാം അതിൻ്റെ പുണ്യം അവന് ലഭിച്ചുകൊണ്ടിരിക്കും, അവൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ. മറ്റൊന്ന് പറഞ്ഞത്, ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്പെടുന്ന വിജ്ഞാനം മറ്റുള്ളവർ പഠിച്ചും മനസ്സിലാക്കിയും ജീവിതത്തിൽ പകർത്തിയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തും അങ്ങനെ നിലക്കാതെ ഒഴുകുന്ന വൈജ്ഞാനികമായ സംഭാവന. അത് ഉപദേശങ്ങളാകാം, പഠന ക്ലാസ്സുകളാവാം, പ്രഭാഷണങ്ങളാവാം, രചനകളാവാം, വൈജ്ഞാനികമായ സംഭവം. അങ്ങനെ അറിയപ്പെടുന്ന പ്രസംഗവും ലേഖനവും ഒന്നുമല്ല. മുതിർന്നവർ ചെറിയവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന, മാതൃകയാക്കുന്ന എന്തുമെല്ലാം കാര്യങ്ങൾ, അങ്ങനെയുള്ളതല്ല. അത് അറ്റുപോകാതെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന അറിവാണ്, മാതൃകയാണ്. അത് തുടക്കം കുറിച്ച, പറഞ്ഞുകൊടുത്ത, പഠിപ്പിച്ച ആരാവട്ടെ, അവർ മരണമടഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം പുണ്യം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അക്കവും അക്ഷരവും പഠിപ്പിച്ച ഗുരുനാഥൻ കാലം കഴിഞ്ഞു പോയാലും, എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ വിദ്യകൾ ബാക്കി നിൽക്കുന്ന ജനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴെല്ലാം അതിൻ്റെ പുണ്യം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതിനൊക്കെ പുറമെ
അതിനെല്ലാത്തിലും മികച്ച ഒരു അമലിനെ കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 കാര്യങ്ങളിൽ എണ്ണി പറഞ്ഞത് അവ്വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. അത് അറ്റുപോകാത്ത, അവസാനിക്കാത്ത ഒരു കർമ്മമാണ്. ആ പ്രാർത്ഥനകൾ തലമുറകളായി വരികയാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാന സഗീറ. ഈ പ്രാർത്ഥനയുടെ ആവർത്തനങ്ങൾ ഗുരുനാഥന്മാർക്കും മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും നേതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി ഉള്ള പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥിക്കുന്നത് നീ ഉണ്ടാക്കിയ നട്ടു നനച്ച തൈകളും നീ കണ്ടുപിടിച്ച യന്ത്രങ്ങളും പടുത്തുയർത്തിയ കെട്ടിടങ്ങളുമൊന്നും പ്രാർത്ഥിക്കുന്നില്ല, നിന്റെ മക്കൾ. അതുകൊണ്ട് തന്നെ മക്കൾ എന്നുള്ള സമ്പാദ്യം അതുല്യമായ ആ മഹത്തായ അനുഗ്രഹം അത് ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. വലിയ അമാനത്താണ്, ഉത്തരവാദിത്തമാണ്, വലിയ വിഷയമാണ്. ഇങ്ങനെയുള്ളൊരവസരത്തിൽ പറഞ്ഞാൽ തീരുന്നതല്ല. അപ്പോൾ മാനവ വിഭവശേഷി അത് എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാൻ. ഒരു കുഞ്ഞ് ജനിക്കണം, അതിൻ്റെ എല്ലാ ബാലാരിഷ്ടകളും തീർന്ന് അത് വളർന്നു വലുതാവണം, അവസരത്തിനനുസരിച്ച് പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മാതൃകയുള്ള യോഗ്യനായ ഒരു ചെറുപ്പക്കാരനായി, ഒരു പൂർണ്ണ മനുഷ്യനായി വളർന്നെത്തണം. അതിൻ്റെ കടമ്പകൾ പലതാണ്, അതിൽ ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. മാതാപിതാക്കൾ, മുതിർന്നവർ എല്ലാവരും അതിൻ്റെ ബാധ്യതകൾ ഏറ്റെടുത്തിട്ടുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയുന്ന, മനുഷ്യൻ്റെ മൂല്യത്തെ മാനിക്കുന്ന, അതിലുള്ള ബാധ്യതകൾ നിർവഹിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇബാദല്ലാഹ് ഊസിക്കും സാനിയം വ ഇയ്യായ ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി എന്നോടും ശേഷം നിങ്ങളോടും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിക്കണമെന്നും ദോഷബാധകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഉണർത്തുകയാണ്. മനുഷ്യനെക്കുറിച്ച്, മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ച്, അവനിലൂടെയുള്ള സാധ്യതകളെക്കുറിച്ച് അത് പറഞ്ഞാൽ തീരുന്നതല്ല. മാറിയ ചുറ്റുപാട്, കുടുംബജീവിതത്തിലും സാമൂഹിക അന്തരീക്ഷത്തിലുമൊക്കെ ഒരുപാട് കാഴ്ചപ്പാടുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വിവാഹം എന്ന പാവനമായ പുണ്യകർമ്മം, മനുഷ്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു ധർമ്മം, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിപ്പോകുന്നു. വിവാഹത്തിനായിട്ടില്ല, ഇനിയും കുറച്ച് കഴിയട്ടെ, പഠിത്തം കഴിയട്ടെ. പഠിത്തം എന്തെങ്കിലും കഴിയുന്നുണ്ടോ? ജോലിയും കാര്യങ്ങളും ആവട്ടെ. ഇങ്ങനെ ഒരുപാട് വിവാഹക്കാര്യം നീട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ. അതുകൊണ്ട് കുടുംബത്തിൽ, സ്വന്തം ജീവിതത്തിൽ ദുരവസ്ഥകൾ ഉണ്ടാകുന്നു. കുടുംബത്തിൽ വളരെ പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. സമൂഹത്തിൽ ദാരുണമായ അവസ്ഥകൾ, ഭവിഷ്യത്തുകൾ നിറഞ്ഞു വരുന്നു. അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫൽയതസവ്വജ്. ചെറുപ്പക്കാരെ, ആണുങ്ങൾ മാത്രമല്ല പെൺകുട്ടികളും, യുവത്വത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള, ദാമ്പത്യ ജീവിതം നയിക്കാൻ, വിവാഹം കഴിക്കാൻ പ്രാപ്തിയുള്ള യോഗ്യരായ എല്ലാവരും വിവാഹം കഴിച്ചിരിക്കണം. അത് നീട്ടിക്കൊണ്ടു പോവരുത് എന്ന്. ഇല്ലെങ്കിലോ അതുകൊണ്ട് ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളുണ്ടാകും. മറ്റൊരു വചനത്തിൽ, ഇദാ ഖതബ ഇലൈക്കും മൻ തറല്ലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു.
വിശ്വാസവും സംസ്കാരവും സ്വഭാവവും എല്ലാം നിങ്ങൾക്ക് പറ്റിയ അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ കല്യാണം അഭ്യർത്ഥിച്ചു കൊണ്ട് വന്നാൽ നിങ്ങൾ മകളെ കെട്ടിച്ചു കൊടുക്കണം. അവസരം നഷ്ടപ്പെടുത്തരുത്, നീട്ടിക്കളയരുത്, തട്ടിക്കളയരുത്. ഇല്ലെങ്കിലോ ഇല്ല തഫ്അലു തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ അലീം. അങ്ങനെ അവസരത്തിനനുസരിച്ച് ആവശ്യമുള്ള അനുയോജ്യമായ സന്ദർഭങ്ങളിൽ മാന്യമായ വിവാഹ ബന്ധങ്ങൾ നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ പറഞ്ഞറിയിക്കാനാവാത്ത, പിടിച്ചു വെക്കാനാവാത്ത, തടഞ്ഞു വെക്കാനാവാത്ത ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളുണ്ടാകും നിങ്ങളുടെ മക്കളിൽ, വ്യക്തിജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ തന്നെയും ഉണ്ടാകും. അനുഭവമായി ഇന്നത്തെ ചുറ്റുപാടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിവാഹ കാര്യത്തിൽ ഒരു തിരിച്ചറിവുണ്ടാവുകയും തൻ്റെ അടുത്തോടു കൂടിയുള്ള ഒരു തീരുമാനമുണ്ടാവുകയും രക്ഷിതാക്കൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ തന്നെ മക്കളെ വളർത്തിയെടുക്കുന്നതിലും കുടുംബത്തിൻ്റെ സംവിധാനത്തിലുമെല്ലാം ഈ ഒരു കാഴ്ചപ്പാട് കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. എത്രത്തോളം ഈ നാട്ടിൽ ഭരണകൂടത്തിൽ ഒരു മിനിസ്ട്രി തന്നെ കുടുംബകാര്യ മന്ത്രാലയമാണ്. വിസാറത്തുൽ ഉസ്ര, കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അതിൻ്റെ തറവാടിത്തവും നന്മകളുടെ പാരമ്പര്യവും എല്ലാം നിലനിർത്തുന്ന രീതിയിൽ കുടുംബ കാര്യങ്ങളെ ശ്രദ്ധിക്കാനും നിർദ്ദേശങ്ങളും മാർഗദർശനങ്ങളും നൽകാനും ഒരു മിനിസ്ട്രി തന്നെ ഈ നാട്ടിലുണ്ട്. പക്ഷേ നാട്ടുകാരേക്കാൾ കൂടുതൽ വിദേശികൾ കടന്നുകൂടി നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു നാട്ടിലെ സാംസ്കാരികമായ തനിമയെ നിലനിർത്താനും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള മാതൃകാപരമായ അതിൻ്റെ തറവാടിത്തം, നന്മയുടെ തറവാടിത്തം നിലനിൽക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനും വളരെ വളരെ ശ്രമകരമായ കർമ്മമാണ്, കാര്യമാണ്. നമ്മളെല്ലാവരിലും ആ ഒരു ബോധമുണ്ടാവണം. കുടുംബത്തിൽ, നാട്ടിൽ, സമൂഹത്തിൽ എല്ലാവർക്കും നന്മയാവുന്ന, നന്മയുടെ മാതൃകയാവുന്ന മക്കളുണ്ടാവണം. അതാണല്ലോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥന. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ നാഥ, രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിൽ, ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും, ഞങ്ങളുടെ മക്കളിലും കണ്ണിന് കുളിർമ നൽകുന്ന ഒരു നോട്ടം മതി, വല്ലാത്തൊരു അനുഭൂതി നൽകുന്ന രീതിയിൽ കണ്ണിന് കുളിർമയുള്ള മക്കളെയും ഇണകളെയും നൽകണമേ. എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് നന്മയുടെ മാതൃകയാവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയുണ്ടാവണം, അതിനോടൊപ്പം പ്രവർത്തനമുണ്ടാവണം. കാര്യങ്ങൾ പഠിക്കണം. ചുറ്റുപാടിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, ഭാവി തലമുറയെ അഴിച്ചുവിടാൻ പാടില്ല എന്ന് ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم اجرنا من النار وادخلنا الجنة يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ادم على دولة الامارات الاستقرار والرقي والازدهار، واتم اللهم العافية علينا، وبارك لنا في ارزاقنا وازواجنا وذرياتنا يا رب العالمين. اللهم وفق رئيس الدولة وحكام الامارات وامين وولي عهده الامين لما تحبه وترضى. اللهم ارحم شيوخ الامارات والقادة المؤسسين وادخلهم بفضلك فصيح جناتك يا رب العالمين، واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الاحياء منهم والاموات، انك مجيب الدعوات يا قاضي الحاجات. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم اغثنا، اللهم اغثنا، اللهم اغثنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واقم الصلاة.